ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആവാൻ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ? അതോ 2-3 വെഡ്ഡിംഗ് വർക്ക് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റും? അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറെ സെറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറെ ഡെവലപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം സ്കില്ലാണ്, രണ്ടാമത്തെ കാര്യം എക്സ്പീരിയൻസ് ആണ്. സ്കിൽ എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം, നന്നായിട്ട് പോസ് ചെയ്യിപ്പിക്കാൻ, കറക്റ്റായിട്ട് എക്സ്പോഷർ, നന്നായിട്ട് ലൈറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള സ്കില്ല്, ഇതുപോലെ തന്നെ കപ്പിളിനെ ഗ്രൂപ്പിനെയൊക്കെ പോസ് ചെയ്യിക്കാനുള്ള സ്കില്ല്, ഇങ്ങനെ ഇത്തരം സ്കില്ലുകൾ ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോസിനെ സ്റ്റണ്ണിങ് ആയിട്ട് കാണിക്കും. എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും, അതിലൊരു സംശയമില്ല. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിലുള്ള പുതിയ ന്യൂ ജനറേഷൻ ഫ്രണ്ട്സ്, നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്, അതിലൊക്കെ അടിപൊളിയാണ്, ഒരു സംശയമില്ല. അപ്പോൾ മോർ സ്കിൽ ലെസ് എക്സ്പീരിയൻസ്, ഇതാണ് ആ കാറ്റഗറി ഓഫ് ഫോട്ടോഗ്രാഫ്. ഇനി മറ്റൊരു സാധനമാണ് എക്സ്പീരിയൻസ്. ഇപ്പം എക്സ്പീരിയൻസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ വെഡ്ഡിങ് ഡേയിലെ കീ മൊമെൻറ്റ്സ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചില മൊമെൻറ്റ്സ്, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഒരു കാരണവശാലും മിസ്സാവാൻ പാടില്ല. അത്തരം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല് വരുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്. ചിലപ്പോൾ അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആവാം, ടൈറ്റ് ടൈം ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിനാരിയോ ആയിരിക്കാം. അപ്പോൾ അതിനാ മൊമെൻറ്റിൽ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എക്സ്പീരിയൻസിലൂടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ലോ സ്കിൽ ലെവലും ഹൈ എക്സ്പീരിയൻസ് ലെവലും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, പടങ്ങൾ അത്ര ഇമ്പ്രസീവ് ആയിരിക്കില്ല, പക്ഷേ യു വിൽ നോട്ട് മിസ് എനി മൊമെൻറ്റ്. സോ ഒരു ഐഡിയൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറെ ക്രിയേറ്റ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്: നല്ല സ്കിൽ ലെവൽ പ്ലസ് നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ജേർണി എന്ന് പറയുന്നത് ഇപ്പോൾ 0 to 1 ഇയറിൽ ഒരാളെ അസിസ്റ്റ് ചെയ്ത് നമ്മൾ പതുക്കെ തുടങ്ങുന്നു. 1 to 2 or 3 ഇയേഴ്സിൽ നമ്മൾ ചെറിയ ചെറിയ വെഡ്ഡിങ്ങുകളൊക്കെ എടുത്തു തുടങ്ങുന്നു. 3 to 5 ഇയേഴ്സിൽ നമ്മൾ ഏത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന, ഒറ്റയ്ക്കൊരു വെഡ്ഡിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മളൊരു 5 വർഷത്തെ ഗ്യാപ്പ് ഇതിന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഓടി ചെന്ന് ഒരു വെഡ്ഡിങ് ഒബ്സർവ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എത്ര വെഡ്ഡിങ്, നമ്മൾ കേരളത്തിലെ സിനാരിയോയിലാണെങ്കിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെഡ്ഡിങ്, കേരളത്തിൻ്റെ തെക്ക് നിന്ന് വടക്ക് നിന്ന് സകല സ്ഥലത്തേക്കും പോകുമ്പോഴേക്കും ഇതൊക്കെ മാറി മറിയും. സോ നമ്മുടെ എക്സ്പീരിയൻസ് കൂടും തോറും ഓരോ ജോണറിൽപ്പെട്ട വെഡ്ഡിങ് പ്ലസ് ഓരോ റിലീജിയസ് റിച്വൽസ് കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അത് മിസ്സാവാതെ അത് ക്യാപ്ചർ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ കേവലം ക്രിയേറ്റീവ് പേഴ്സൺ മാത്രമല്ല, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത മൊമെന്റ് മിസ്സാവാതെ എടുക്കാനുള്ള സ്കില്ലും കൂടി ഉള്ള ആളാണ്. അപ്പം നമ്മളെ വിളിക്കുന്നത് കുറച്ച് കപ്പിൾ ഫോട്ടോ എടുക്കാനല്ലല്ലോ, നമ്മളെ വിളിക്കുന്നത് എന്തിനാണ്? ആ നടക്കുന്ന വെഡ്ഡിങ്ങിനെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഡോക്യുമെന്റേഷനിൽ മൊമെന്റ് മിസ്സാവാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ യു ടേക്ക് കെയർ. ബൈ.